hours വൈറ്റ് ഫുഡ് ചലഞ്ച് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഓൾമോസ്റ്റ് വൈറ്റ് ഫുഡ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും വൈറ്റ് ചട്നി ആയിരുന്നു കേട്ടോ. 4 ഇഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് തീരെ മുട്ട കഴിക്കൂലായിരുന്നു. ഇപ്പം അതിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി ഒരു മുട്ടയൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കറുമുറാന്നിരിക്കുന്ന ആപ്പിളായിരുന്നു. ലഞ്ചിന് എന്തുണ്ടാക്കും എന്നായിരുന്നു ആകെ സംശയം. അപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് പപ്പായ വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാന്ന്. അതെന്തായാലും വൈറ്റ് കളർ ആയിരിക്കുമല്ലോ, പിന്നെ ഒരു കറിയും കൂടെ വേണമല്ലോ. അപ്പോൾ വിചാരിച്ചു ക്യാബേജ് ഉണ്ടാക്കാന്ന്. ക്യാബേജിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, തേങ്ങ മാത്രം യൂസ് ചെയ്ത്. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അരുൺ ഐസ്ക്രീം എപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വരുന്ന ബിസ്ക്കറ്റ് അത് വൈറ്റ് അല്ല, എങ്കിലും അതിൻ്റെ ഉള്ളിൽ വരുന്ന ഐസ്ക്രീം വൈറ്റ് ആണല്ലോ. അപ്പം ഞാൻ അതങ്ങ് വൈറ്റാക്കി അങ്ങ് എടുത്തു കേട്ടോ. ടീ ടൈം ആയപ്പോഴത്തേക്കും ടീ ഒഴിവാക്കിയിട്ട് ഞാൻ കുറച്ച് ബദാമാണ് കേട്ടോ എടുത്ത് കഴിച്ചത്. ഡിന്നറിന് ഞാൻ 2 കരിക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കരിക്കും കഴിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ വെള്ളവും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നേ. കിടക്കാൻ സമയമാകുമ്പോഴത്തേക്കും ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടി കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം ഞാൻ വൈറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നാളെ കാണാം.